സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രകൂട രൂപീകരണ ചരിത്രത്തിലെ ദശാസന്ധികളിലൊന്ന് രാജകീയ മതമാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ്. ചേരവംശത്തിലെ അവസാനത്തെ പെരുമാൾ ഇസ്ലാം മതത്തെ ആശ്ലേഷിച്ച് രാജ്യം പരിത്യജിച്ച് കടൽ കടന്നുപോയി എന്ന ആഖ്യാന പ്രകാരത്തിൻ്റെ അടിയടരിൽ ചരിത്രത്തിൻ്റെ സൂക്ഷ്മ ധാതുക്കൾ കൂടി ഉള്ളടങ്ങിയിരിക്കണം. കൊടുങ്ങല്ലൂരാണല്ലോ ഈ കഥകളുടെ ഭൂമിക. ഒട്ടേറെ മതങ്ങളുടെയും വിശ്വാസ പദ്ധതികളുടെയും പായ്ക്കപ്പലുകൾ ഈ പ്രാചീന തുറമുഖം തേടിയെത്തി. ഇന്നും ലോകത്തിലെ ഏറ്റവും പുതിയ ചിന്താവ്യവഹാരങ്ങളെയും ആശയാവലികളെയും ആകർഷിച്ചടുപ്പിക്കുന്ന വിളക്കുമരമാകുന്നു കൊടുങ്ങല്ലൂരിൻ്റെ ജനമനസ്സ്. കൊടുങ്ങല്ലൂർ എറിയാട് കടപ്പുറത്ത് കോതകുളത്ത് മുഹമ്മദ്, നമ്പൂരി മുഹമ്മദ് ആയിത്തീർന്നത് വിശ്വാസപരമായ ഒരു ഉപനയനത്തിലൂടെയുമല്ല. തീരദേശത്ത് ജീവിച്ചിട്ടും മുസ്ലിം ആയിരുന്നിട്ടും ചെറുപ്പത്തിലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്ന ഭക്ഷണശീലങ്ങൾ പുലർത്തിയ മുഹമ്മദിന് നാട്ടുകാർ ചാർത്തിക്കൊടുത്ത വിശേഷണമായിരുന്നു നമ്പൂതിരി എന്നത്. അജരേണ മുഹമ്മദ് മാഞ്ഞു പോവുകയും നമ്പൂതിരി ഒരപരാഭിധാനമായി നിലനിൽക്കുകയും ചെയ്തു. പേരിലെ ബ്രാഹ്മണ്യത്തിനു വിലോപമായി നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ മുതിർന്ന കേരളത്തിലെ ഉൽപ്പതിഷ്ണു മനസ്സാണ് മുഹമ്മദ് സ്വാംശീകരിച്ചത്. ദുരിത പീഡകൾ നിറഞ്ഞ സ്വന്തം ബാല്യാനുഭവങ്ങളിൽ നിന്ന് ലോകത്തെ മാറ്റിപ്പണിയ കമ്മ്യൂണിസ്റ്റ് മുഹമ്മദിൽ തിടം വെച്ചു വളർന്നു. തെളിവിലും ഒളിവിലും ജയിലിലും ജനഹൃദയങ്ങളിലും സമരതീക്ഷ്ണമായ ഒരു ജീവിതത്തിൻ്റെ ആദ്യ ബിംബമായി തീർന്ന സഖാവ് നമ്പൂതിരി മുഹമ്മദിൻ്റെ ഓർമ്മകളിലേക്കാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം വാതിൽ തുറക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ഞാനൊരു വ്യത്യസ്ത സ്വഭാവക്കാരനും ജീവിതക്കാരനുമായിരുന്നു എന്നാണ് ഉമ്മയും ബാപ്പയൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് കടലോരവുമായി ബന്ധപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും, എല്ലാ കുട്ടികൾക്കും, എല്ലാ ആളുകളും മീൻ ഭക്ഷണം അല്ലെങ്കിൽ കപ്പ അതുപോലെയുള്ള കൊണ്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്, ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മത്സ്യം കഴിക്കൂല. മത്സ്യം കുട്ടിക്കാലത്ത് തന്നെ തരുമ്പോൾ ഛർദിക്കുക എന്നാണ് പറയുന്നത്. എല്ലാ വീടുകളിലും മീൻ കഴിക്കുന്നവരാണ്. പിന്നെ ഇയാളെന്താ മീൻ കഴിക്കാത്തതെന്നുള്ളവരിതുണ്ട്. അപ്പോൾ ഇവനൊരു നമ്പൂരി നേറ്റ അരവ് പറഞ്ഞാണ്. ഇപ്പം മുഹമ്മദ് ഇല്ല, നമ്പൂരിയായി എന്ന രീതിയിലാണ്. ഇവിടുത്തെ സാമൂഹ്യ ഇതിൽ ചുറ്റുപാടിൽ വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഇറച്ചി, മീൻ, മത്സ്യമൊന്നും കഴിക്കാത്തത് മാത്രമല്ല, ഈ ഒരു പൊതുവെ ഒരു 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 ഇതിലുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ചെറുപ്പം മുതൽ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഈ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഈ വസ്തുതയെ കാണുമ്പോൾ എന്നോട് അലർജി തോന്നിയിരുന്നത്. ഇതെന്താണ്? കുറേ ആളുകൾ പട്ടിണി, കുറേ ആളുകൾ ദാരിദ്ര്യം, കുറേ ആളുകൾ ഏതായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഞാൻ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എനിക്ക് റേഷൻ കടയിൽ അരി അളക്കുന്ന ജോലിയായിരുന്നു. ആ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അതിന് കാരണം ഞാൻ എവിടെയെങ്കിലും പ്രകടനമോ ഉദ്യോഗമോ പ്രസംഗമോ ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ പിന്നാലെ 57 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് ഒരു 52-54 തെരഞ്ഞെടുപ്പിൽ ചെറിയ പങ്കേണ്ടതായത് വഹിക്കുന്ന വിധത്തിൽ ഇതിന് പിന്നാലെ പോവുക, ഒന്ന് സഹായിച്ചു കൊടുക്കുക എന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വിമോചന സമരക്കാലം കൊടുങ്ങല്ലൂരിലെ പ്രതിലോമ മതാന്ധ രാഷ്ട്രീയ ശക്തികളെ ഹിംസാത്മകമാം വിധം അക്രമാസക്തരാക്കി. മുഹമ്മദിന് നാടുവിട്ടു പോകേണ്ടി വന്നു. എറണാകുളം മുഹമ്മദിലെ തൊഴിലാളി സംഘടനാ പ്രവർത്തകന് പുതിയ ഒട്ടേറെ തുറസ്സുകൾ കാട്ടിക്കൊടുത്തു. ബീഡി തൊഴിലാളികൾക്കിടയിലും ചകിരി തൊഴിലാളികൾക്കിടയിലും ഇദ്ദേഹം അവകാശബോധത്തിൻ്റെ കുന്തമുനകൾ രാഗി കൂർപ്പിച്ചു. കളമശ്ശേരിയിലെ വ്യവസായ തൊഴിലാളികളെ സമരോത്സുകരാക്കിയിരുന്ന അതികായരായ ട്രേഡ് യൂണിയൻ നേതാക്കളുമായുള്ള പരിചയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘാടനത്തിൻ്റെ ചിട്ടകളിലും വഴക്കങ്ങളിലും മുഹമ്മദിനെ നിപുണനാക്കുകയും ചെയ്തു. സമരം നടക്കുമ്പോൾ തല്ലും ബഹളം ഇതൊക്കെ കൂടി നടക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ഭയപ്പാടും മറ്റ് കാര്യങ്ങളുമായിട്ട് നാട് വിടേണ്ടി വന്നു. എറണാകുളത്ത് നിന്ന്
അവിടുത്തെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളും ചില ആളുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനോ അടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ കൂട്ടത്തിൽ MM ലോറൻസ്, രവീന്ദ്രനാഥ്, മറ്റേ വർക്കി തുടങ്ങിയ പാർട്ടി TK തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാനും അടുക്കാനുള്ള അവസരം പടിപടിയായിട്ട് കിട്ടി. അവിടെ ആ കൂട്ടത്തിൽ ഈ നാട്ടുകാരനും അവിടെ ജോലിയുള്ളതുമായ 1-2 ആളുകളുടെ സഹായത്തോടു കൂടി ഒരു ചെറിയ പെട്ടിക്കട, ബീഡി മുറുക്കാൻ മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി ഉള്ള പെട്ടിക്കട ഉണ്ടായി. അങ്ങനെ എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടായി. അതോടൊപ്പം അവിടുത്തെ പാർട്ടി പ്രവർത്തനവുമായി ചെറിയ തോതിൽ ബന്ധപ്പെട്ടു. അന്ന് ഈ ബീഡി തീർക്കുന്ന തൊഴിലാളികൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. കുന്നംകുളത്തായാലും കൊടുങ്ങല്ലൂരായാലും എറിയാടായാലും ഒക്കെ തന്നെ ഒരുപാട് ബീഡി തൊഴിലാളികളുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് പുരോഗമന പ്രസ്ഥാനവുമായി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നല്ല ബന്ധമുള്ളതാണ്. രാഷ്ട്രീയ ജ്ഞാനം സ്വയം സമ്പാദിക്കുന്ന ആളുകളുമായിരുന്നു അവർ. അപ്പോൾ അത്തരം ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനും അപ്പോൾ ഈ ബീഡി ലേബൽ ബീഡിക്കെതിരായിട്ട് ഒരു സമരം നടക്കുന്ന ഘട്ടമാണ്. ലേബൽ ബീഡി വേണ്ടെന്നും വേണമെന്നും പറഞ്ഞതായിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു വക്താക്കളായി വന്നതാണ്. അത് ചെറിയ തോതിൽ അവിടെ എറണാകുളത്തെ ചില സമരങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഈ കട നടത്തുന്നതോടൊപ്പം തന്നെ വന്നു. ഏത് പ്രദേശത്തായിരുന്നാലും ഒരു തൊഴിലാളികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവരെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി അവിടെ ഓടിയെത്തുന്ന ഒരാളാണ് ചെറുപ്പം മുതൽ ഇന്നേ വരെ അദ്ദേഹത്തിനുള്ളത്. പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ത്യാഗങ്ങളും മറ്റും അനുഭവിച്ചിട്ടുള്ള ആളാണ്. ജന്മി മുതലാളിമാരുടെ ആക്രമണങ്ങൾക്കും മറ്റും അതിനെ നേരിട്ട് അത് അനുഭവിച്ചിട്ടുള്ള ആൾ കൂടിയാണ് KA മുഹമ്മദ്. എറിയാട് പഞ്ചായത്ത് ഭൂപ്രമാണിമാരുടെയും മാടമ്പിമാരുടെയും കേന്ദ്രമായിരുന്നൊരു കാലഘട്ടത്തിൽ 1969 കാലഘട്ടത്തിൽ ഇവിടെ കുടിയെടുപ്പ് സംഘം ഉണ്ടാക്കുന്നത്. അന്ന് കുടിയെടുപ്പ് സംഘത്തിൻ്റെ എറിയാട് പഞ്ചായത്ത് മേത്തല പഞ്ചായത്ത്, ആ കുടിയെടുപ്പ് സംഘം അതിൻ്റെ സെക്രട്ടറി അന്ന് KA മുഹമ്മദായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ 1969 തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ കുടിയെടുപ്പ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു. കുടിയെടുപ്പ് ആ സമരം ഓലയ്ക്കും തേങ്ങയ്ക്കും വേണ്ടിയുള്ള സമരമാണ്. 1970 കുടിയെടുപ്പ് 10 സെൻറ്റ് വളച്ചു കെട്ടുക എന്നുള്ള നിലയ്ക്കുള്ള എന്നിട്ട് അനുഭവങ്ങൾ എടുക്കുക എന്നുള്ള സമരമാർഗം സ്വീകരിച്ചു. അത് ആ സമരത്തിനകത്ത് നമ്പൂതിരി പങ്കെടുത്തിട്ടുണ്ട്, ഞാനുണ്ടായിരുന്നു, മറ്റു പല സഹാക്കളും ആ രീതിയിൽ പങ്കെടുത്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു. രംഗത്തെ സമരങ്ങളിൽ മാത്രമല്ല പാർട്ടി ആഹ്വാനം ചെയ്ത ഒട്ടേറെ രാഷ്ട്രീയ സമരങ്ങൾക്കും സഖാവ് മുഹമ്മദ് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒട്ടധികം കേസുകളിൽ പ്രതിയായി. നേതാവ് എന്ന നിലയിൽ വിവിധ സമരങ്ങളിൽ 7 മാസവും അടിയന്തരാവസ്ഥയിൽ 5 മാസക്കാലത്തോളവും ജയിലിൽ കഴിഞ്ഞു. പാർട്ടി നിയോഗമനുസരിച്ച് ഭരണരംഗത്തും ഇദ്ദേഹം പല സ്ഥാനങ്ങൾ വഹിച്ചു. 3 തവണ എറിയാട് പഞ്ചായത്ത് മെമ്പറായി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും 1 തവണ പ്രസിഡന്റുമായി. കോയർഫെഡിൽ ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹം. പൂർണ്ണമായും ഒരു സത്യവിശ്വാസിയാണ്. പള്ളിയിൽ പോകാറുണ്ട്, നിസ്കരിക്കാറുമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർ മതവിദ്വേഷികളാണെന്നും ദൈവവിശ്വാസമില്ലാത്തവരാണെന്നും ഒക്കെ വലിയ കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ 1957 ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്ന കാലം തൊട്ട് അന്ന് കേൾക്കുന്നതാണ്. അതിനൊക്കെ അന്ന് ഞങ്ങളെപ്പോലുള്ള വിവരം കുറഞ്ഞ ആളുകളും വിവരമുള്ള ആളുകളും മറുപടി പറഞ്ഞാണ് അതിൻ്റെയൊക്കെ മനം ഓടിഞ്ഞത്.
ഇപ്പോഴും ആ സ്ഥിതി നിലനിൽക്കുന്നുണ്ട്, ആ പ്രചാരപേര് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ ഒരു സത്യവുമില്ലാത്ത കാര്യമാണ്. ഇപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ സാമുദായിക സംഘടനകളിൽ മുസ്ലിം വിഭാഗത്തെ പോലെ തന്നെ ഹിന്ദുക്കളുടെ ഇതുണ്ട്. ഹിന്ദുക്കളിൽ പല സമുദായക്കാരുണ്ട്. അപ്പം അവരെ തെല്ലും ചേരിതിരിക്കുന്നതിനുമുള്ള വലിയ സംഘടിത ശ്രമങ്ങൾ രാഷ്ട്രീയമായി നടക്കുന്ന ഘട്ടമാണ് ഇപ്പം. അപ്പം മറ്റത് പൂർണ്ണമായും തെറ്റാണ്. ഈ മതവിദ്വേഷ എന്നോട് ചിലർ ചോദിച്ച് നേരത്തെ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറവല്ല വരണമെന്നുള്ളത്, നിങ്ങളെന്തുകൊണ്ട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നെന്ന് ചോദിച്ചു എന്ന് ചോദിച്ച ആളുകളുണ്ട്. അത് ശരിയല്ല. ഒരുപക്ഷെ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ പരിശോധിക്കേണ്ടതാണ് അത്ര തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട രംഗങ്ങളിലൊക്കെ തന്നെ എല്ലാ കാലത്തും മുസ്ലിമുകളുണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ധാരാളമുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ എടുത്താൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും ആളുകളും മുസ്ലിമുകളുണ്ട്. അപ്പം അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് ജന്മികളും ആളുകളും പുരോഹിതന്മാരും പറഞ്ഞു പഴുത്തുന്ന ഒരു കള്ളക്കഥയായിരുന്നത്. ഇപ്പം അവർക്ക് തന്നെ ബോധ്യം വന്നുകൊടുക്കുന്നതാണ്. അതാ നമ്മോട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്പൂരി എപ്പോഴും പ്രസന്നനാണ്. പക്ഷേ ഭൂതകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെയും പ്രശ്നങ്ങൾ നേരിട്ടല്ലെങ്കിലും സൂചിപ്പിച്ചു തുടങ്ങുന്നതോടുകൂടി മറ്റൊരു നമ്പൂരിയെ നമ്മൾ കാണും. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായിരുന്ന സഖാവ് നമ്പൂതിരിയുടെ ഗൃഹസ്ഥാശ്രമവും പ്രയാസം നിറഞ്ഞതായിരുന്നു. എല്ലാ വിഷമങ്ങൾക്കിടയിലും വല്ലപ്പോഴും വീട്ടിലെത്തുന്ന ഭർത്താവിനോടും പിതാവിനോടും പത്നിയും മക്കളും സ്നേഹം മാത്രം നൽകി. 82-ാം വയസ്സിലും പോരാളിയുടെ മനസ്സ് സൂക്ഷിക്കുന്ന മുഹമ്മദിലെ കുടുംബനാഥനോട് അവരെന്നും ആദരവ് പുലർത്തുന്നു. 65-ലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഇവിടെ റിയാഡ് തന്നെ ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം ആലോചിച്ചപ്പോൾ അത് മുടക്കാൻ വേണ്ടി ചില താല്പര്യ കക്ഷികൾ ശ്രമിച്ചിരുന്നു. അങ്ങനെ നേരിട്ട് ആലോചിക്കേണ്ടി വന്നു. ബ്രോക്കർമാർ കുറവാണ്. നേരിട്ട് ആലോചിച്ച് കല്യാണം നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ വാപ്പോട് പറഞ്ഞു, നമുക്ക് കൂട്ടായി പണിയെടുത്താൽ ജീവിക്കാം, സന്തോഷത്തോട് ജീവിക്കാൻ കഴിയും. അതല്ലാതെ എനിക്കൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് വേറെ ബിസിനസ്സും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചു പോയി. ചെറിയ നേരത്തെ പറഞ്ഞാൽ ഈ ദൈവമില്ല, പടച്ചോനില്ല, ഈശ്വരനില്ല, നിഷേധികളാണെന്ന് പ്രചരിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്തൊക്കെ പറയാൻ പറ്റാം മോശമായ ആ കൂട്ടത്തിൽ കല്യാണം മുടക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കും, എല്ലാ കൊള്ളരായ്മകളും അന്നുകൊണ്ട് കൂടുതലായിട്ടുണ്ട്. ഇപ്പം എറണാകുളത്തെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ട് കളമശ്ശേരിയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് കൂടുതൽ സമയം ഈ രാഷ്ട്രീയത്തിൽ വന്നു. അത് ബിസിനസ്സും ഇതും കൂടെ കൂടി, രാഷ്ട്രീയവും കൂടെ കൂടി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വലുതായി. അവസാനം ബിസിനസ് ഉപേക്ഷിക്കുകയും ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ വരികയും ചെയ്തത്. അതിൻ്റെ കഥ അങ്ങനെ കച്ചവടമൊക്കെ പോയി. അങ്ങനെ പിന്നെ വീട്ടിലുണ്ടാകാറില്ല ഈ കക്ഷി. ഒരിക്കലും ഇങ്ങനെ വരും പോകും. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച പോലും, ചിലപ്പോൾ 2 മാസത്തിൽ വരും, ചിലപ്പോൾ വരാണ്ടിരിക്കും. ഇങ്ങനെ പലതൊക്കെ ഉണ്ടാവും. അങ്ങനെ 6 കുട്ടികളുണ്ടായിരുന്നു എനിക്ക്. 2 പേര് നേരത്തെ മരിച്ചുപോയി. ഈ കുട്ടികളെയൊക്കെ പ്രസവിക്കുമ്പോഴും പിടിക്കുമ്പോഴും ഒന്നും വീട്ടിൽ അങ്ങനെ അധികം ഉണ്ടാകാറില്ല. ഒരാളെ 2 ആളേറ്റ് പ്രസവിച്ചപ്പോഴാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും ജയിലിലും ഒളിവിലും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് വിളിക്കും, കുട്ടികളൊന്ന് കുണ്ടിച്ചെല്ലണം, കാണണം എന്ന് പറയും. അപ്പോൾ രാത്രിയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ജീവിച്ച് ഒക്കെ. എന്നാലും പുള്ളി നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെയാണ്.
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളോട് ഒരു ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ആളോട് നമുക്ക് ഇഷ്ടക്കുറവിനുള്ള ഒന്നും ചെയ്യേയില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരില്ല, ഉണ്ടാകില്ല. അവിടെ ഇവിടെ ജാഥ മീറ്റിങ്ങും പ്രവർത്തനവും എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ജയിലിലും പോകേണ്ടി വരുമെന്ന്. അത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിധത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖമുണ്ട്, കണ്ണീരിൻ്റെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒക്കെ. ഉദാഹരണത്തിന് ഞാൻ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയിട്ടുണ്ട്. 5 or 6 പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഘട്ടത്തിൽ. അതിൽ എൻ്റെ ഒരു കുട്ടി ഒരു ജന്മനാ ഒരു ട്യൂമർ കേസുമായിട്ട് പ്രസവിച്ചു. അത് വളരെ പ്രയാസത്തിലായി ഞങ്ങളൊക്കെ വളരെയാണ്. ആ ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അത് കുറച്ച് പ്രയാസപ്പെട്ടാവുമല്ലോ കുടുംബത്തിൽ. അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലാകെ കേരളത്തിലാകെ നമ്മളെ പ്രദേശത്തൊക്കെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നിരോധനാജ്ഞ ഏർപ്പെടുത്തി. അന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായ ആ കമ്മിറ്റി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒത്തലായ ആ കോർഡിനേഷൻ കമ്മിറ്റി അഖിലേന്ത്യാ നേതാക്കൾ AKG വാജ്പേയി ഉൾപ്പെടെ ഉള്ള ആളുകൾ 1979 ജൂലൈ 10 9 നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തണമെന്ന് പറഞ്ഞു. AKG ഒക്കെ എറണാകുളത്ത് നടത്തി, വാജ്പേയി വേറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ വലിയ സമരങ്ങൾ നടത്തി. പോലീസ് ആക്ട് നിരോധനം. കൊടുങ്ങല്ലൂർ താലൂക്ക് എന്ന് പറയുമ്പോൾ 3-4 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്താൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തി. എന്നെയാണ് അതിൽ കടുത്ത മർദ്ദനമാണ് വെക്കേണ്ടത്. സ്പോട്ടിൽ വെച്ച് തന്നെ മരിക്കാവുന്ന വിധത്തിൽ വായുന്ന മുക്കിന്നൊക്കെ രക്തം വന്ന് ബോധക്ഷയമായി തല്ലി പോലീസ്. ആ സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും വലിയ വിഷമമായിരുന്നു, ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. പ്രസവം നിർത്തുന്നതിനോ മറ്റോ വേണ്ടി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനില്ലാതെയാണ് ഓപ്പറേഷൻ നടന്നതും. എൻ്റെ ഇളയ കുട്ടിയെ പ്രസവിച്ചത് ഞാൻ ജയിലിലായിരുന്നപ്പോഴാണ്. ഒരു സമയത്ത് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനും പിടിക്കാനൊക്കെ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായാലും എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അന്നത്തെ ചുറ്റുപാടിൽ പുറത്തിറക്കി പിള്ളേരെ അഴക്കാൻ പേടിയായിരുന്നു എനിക്ക്. പെൺപിള്ളേരാണ് എന്നുവെച്ചാൽ ഇവരൊന്ന് പുറത്തിരുത്തി പഠിപ്പിക്കാൻ പോലും എനിക്ക് പേടിയാണ്. അത്ര വലിയ ശല്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒരേ ബുദ്ധിമുട്ട്. ഒരു വീട്ടിൽ കിടക്കാണ്ട് എത്രയോ വീടുകളിൽ പോയി അന്തി ഉറങ്ങിയിട്ടുണ്ടെന്ന്. വീട്ടിൽ കിടത്തൂല, ഒച്ചയും ബഹളവും കല്ലെറിയലും പ്രശ്നങ്ങളും പുള്ളി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം ഉണ്ടായേക്കണം. ആ ഘട്ടത്തിൽ വളരെ വളരെ കഷ്ടപ്പാടായിരുന്നു വീട്ടിൽ. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എനിക്കൊക്കെ ഈ പശുവിനോട് വലിയ സ്നേഹമായിരുന്നു. പശുക്കളെ വളർത്തിയിട്ട് പശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ജീവിക്കാൻ വേണ്ടി പശു വളർത്തിയെന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ 4-5 പശുക്കൾ കറവ പശു ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ജയിലിലായിരുന്നപ്പോൾ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ജയിലിലായിരുന്നപ്പോൾ ഒരു പശുവിൻ്റെ പാല് കൊണ്ടും അതിൻ്റെ ഇതുകൊണ്ടാണ് കുടുംബം അരിവെച്ച് പോയി. താൻ പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്ത് നിന്ന് ലോകവും പാർട്ടിയും മനുഷ്യാവസ്ഥകളും ഏറെ മാറിപ്പോയിട്ടുണ്ടെന്ന് മുഹമ്മദ് മനസ്സിലാക്കുന്നു. അപ്പോഴും തൊഴിലെടുക്കുന്നവൻ്റെ സ്ഥിതി കൂടുതൽ ദുരിതപൂർണമായിട്ടേ ഉള്ളൂ. തനിക്ക് ചിരപരിചിതമായ തീരദേശവും ഇവിടുത്തെ മനുഷ്യരും ഇന്നും ഇദ്ദേഹത്തിൻ്റെ വേദനയായി തുടരുകയാണ്. അവർക്കായി ഏറെ പദ്ധതികൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരൻ. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, കടപ്പുറത്ത് തൊഴിലാളി ജനങ്ങളും അവിടെ താമസിക്കുന്ന ഒരു വലിയ കഷ്ടത്തിലാണ്. അവിടെ വർഷകാലത്ത് വെള്ളം നിറഞ്ഞ് ധാരാളം ആളുകൾ, ഒരു 300ഓളം വീട്ടുകാരെങ്കിലും
എല്ലാ വർഷവും മാറി സ്കൂളിലൊക്കെ താമസിക്കുന്നതാണ്. അവിടെ ഒരു സ്ലൂയിസ് കം ബ്രിഡ്ജ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എസ് ശർമ്മയെ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് കടലോര പ്രദേശത്തെ ജനങ്ങളുടെ മൊത്തത്തിലൊക്കെ 2-3 പഞ്ചായത്തുകളെ ബാധിപ്പിക്കുന്ന വിധത്തിൽ സ്ലൂയിസ് കം ബ്രിഡ്ജിൻ്റെ ഒരു ഇത് നടത്തണം എന്ന അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപ്പാക്കണം, നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ട്.